നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ടെക്നോ ഷാനിക് മലയാളം യൂട്യൂബ് ചാനൽ. ഞാൻ ഷാനിക്. സുഹൃത്തുക്കളെ, നമ്മളുടെ അസ്യൂസിന്റെ ZenFone Max M1 Pro, Xioami Redmi Note 5 Pro പൊളിച്ചടിക്കുന്നു തന്നെ പറയാം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നല്ല രീതിയിൽ തന്നെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. സോ അതുപോലെ തന്നെ പുതിയൊരു ഫോൺ ഇറങ്ങിയിരിക്കാൻ ഷവോമിയുടെ പുതിയൊരു ഫോൺ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ചൈനയിൽ. ആ ഫോണിന്റെ പേര് Mi6x. അപ്പൊ നിങ്ങൾക്ക് തോന്നിക്കും Mi6x ഇന്ത്യൻ വേരിയന്റ് ആയിട്ട് എന്താ ബന്ധമില്ലല്ലോ തമ്മില്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Mi5x എന്ന ഫോൺ ചൈനയിൽ ലോഞ്ച് ചെയ്തപ്പോൾ അതിനെ Mi A1 എന്ന പേരിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തു. സോ Mi6x അവിടെ ലോഞ്ച് ചെയ്തുകൊണ്ട് തന്നെ വളരെ വൈകാതെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ Mi A2 എന്ന പേരിലാണ് അത് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് നോക്കാം അതിന്റെ പ്രൈസ് എത്രയാണ്, അതിന്റെ സ്പെസിഫിക്കേഷൻ എന്തൊക്കെയാണ്. അടിപൊളി ഫോൺ എന്നാണ് ഞാൻ പറയുള്ളൂ. അതിൽ കുറച്ച് കോൺസ് ഉണ്ട്, കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അതും നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം. സോ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഈ ഫോൺ 3 വേരിയന്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 4GB 64GB വില വരുന്നത് 16,900 രൂപയും 6GB 64GB വില വരുന്നത് 19,000 രൂപയും 6GB 128GB വില വരുന്നത് 21,200 രൂപയാണ്. നമുക്ക് ചൈനീസ് പ്രൈസിനെ നമ്മൾ ഇതിലേക്ക് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശം പ്രൈസ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം 30,000-40,000 രൂപയുടെ ഫോണിൽ വരുന്ന സ്പെസിഫിക്കേഷൻസ് ആണ് നമുക്ക് ഈ പ്രൈസിന് അണ്ടറിൽ നമുക്ക് വരുന്ന ഒരു 20,000 രൂപയിൽ താഴെ വരുന്ന ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ നമുക്ക് ഇതിനെ പറയാം. സ്പെസിഫിക്കേഷൻ നോക്കാം. ഡിസ്പ്ലേ എന്ന് പറയുന്നത് 5.99 ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. 18:9 ആസ്പെക്ട് റേഷ്യോ. പുതിയ ഡിസ്പ്ലേ 18:9 ആസ്പെക്ട് റേഷ്യോ തന്നെയാണ് ആ ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പ്രോസസറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ സ്നാപ്ഡ്രാഗൺ 660. നിങ്ങൾ തമിഴ്നാട്ടിൽ കണ്ട പോലെ തന്നെ സ്നാപ്ഡ്രാഗൺ 660 ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോസസറാണ് അതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഫോണാണ് വേൾഡിൽ തന്നെ അണ്ടർ 20,000 rupees, 20,000 താഴെ സ്നാപ്ഡ്രാഗൺ 660 തരുന്ന ആദ്യത്തെ കമ്പനി ഷവോമിയാണ്. ആദ്യത്തെ ഫോണും Mi A2 ആയിരുന്നു. സോ അവിടെ വേറെ പ്രോസസറാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്നാപ്ഡ്രാഗൺ 660 ആണെന്നാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. നമ്മുടെ Redmi Note 5 Pro ഇറങ്ങിയത് 636 ആണ്. അതിനേക്കാളും ഓൾമോസ്റ്റ് 20% ഫാസ്റ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത് 660 പ്രോസസർ. ക്യാമറയെ കുറിച്ച് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമറയിലാണ് അവർ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. 20+12 മെഗാപിക്സൽ ക്യാമറയാണ് റിയർ സൈഡിലുള്ളത്. 12 ക്യാമറ സെറ്റപ്പ് ആണുള്ളത്. സോണിയുടെ സെൻസേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. LED ഫ്ലാഷ് ലൈറ്റ് അവൈലബിൾ ആണ്. അപ്പർച്ചർ എന്ന് പറയുന്നത് f1.75 2 മൈക്രോൺ പിക്സൽസും ആണ് അതിന്റെ പിക്സൽ സൈസ്. സോ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും വളരെ നല്ല ലോ ലൈറ്റിംഗ് ഫോട്ടോസ്, ലോ ലൈറ്റിംഗ് കണ്ടീഷൻസിൽ നിങ്ങൾക്ക് നല്ല നല്ല ഫോട്ടോസ് എടുക്കാൻ സാധിക്കും. കുറച്ച് വെളിച്ചം കുറവാണെങ്കിൽ പോലും വളരെ വളരെ നല്ല ഫോട്ടോസ് നിങ്ങൾക്ക് Xioami A2 ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഫ്രണ്ട് ക്യാമറയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയാണെങ്കിൽ 20 മെഗാപിക്സൽ ഫ്രണ്ട് ക്യാമറയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിൽ LED ഫ്ലാഷ് ലൈറ്റ് കൂടി അവൈലബിൾ ആണ്. അതിലൂടെ തന്നെ നിങ്ങൾക്ക് വളരെ നല്ല ഫോട്ടോസ് എടുക്കാവുന്നതാണ്. അതിന്റെ അപ്പർച്ചറിനെ കുറിച്ച് സംസാരിക്കുന്നത് 1.75 തന്നെയാണ് അതിന്റെ അപ്പർച്ചർ, f1.75. അതിന്റെ പിക്സൽ സൈസ് പറയുന്നത് 1.25 മൈക്രോൺ പിക്സൽ സൈസ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പല പല സീനറികളിൽ ഫോട്ടോ എടുക്കാൻ സാധിക്കും. പല പല സീൻസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഏറ്റവും ബെസ്റ്റ് ക്യാമറ തന്നെ പറയാം. അണ്ടർ 20,000 ബഡ്ജറ്റിൽ വിവോ, ഓപ്പോ അതൊക്കെ വിട്ട് കളയാം. വിവോ, ഓപ്പോ മൂൺലൈറ്റ്, സൺലൈറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ബെസ്റ്റ് ഫോണുമായിട്ട് എപ്പോഴും എത്തുന്നു Xioami. ഇപ്പൊ പോലും 660 എന്ന് പറയുന്ന വളരെ ബെസ്റ്റ് പ്രോസസറാണ്. 20,000 എന്തായാലും നിങ്ങൾ പ്രതീക്ഷിക്കുക പോലും ചെയ്യരുത്. സോ ബാറ്ററിയെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 3010 mAh ബാറ്ററിയാണ് Xioami A2 ആഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ കൂടെ തന്നെ Qualcomm 3.0 ക്വിക്ക് ചാർജ് കൂടെ ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ അരമണിക്കൂറിൽ തന്നെ 50% ചാർജ് ആകുമെന്നാണ് Xioami നിങ്ങൾക്ക് ഉറപ്പ് തരുന്നത്. സോ USB Type-C പോർട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബെസ്റ്റ് ഫോൺ എന്ന് പറയാം. USB Type-C പോർട്ട് നമ്മൾ Redmi Note 5 Pro കണ്ടില്ല. അത് വളരെ ഒരു ഡിഫക്റ്റ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. എങ്കിൽ പോലും USB Type-C പോർട്ട് അവർ Mi A2 ആഡ് ചെയ്തിട്ടുണ്ട്. അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. നമുക്കറിയാം Mi A1 ഇറങ്ങിയത് സ്റ്റോക്ക് ആൻഡ്രോയിഡിലായിരുന്നു. പ്യൂർ ആൻഡ്രോയിഡ് ആയിരുന്നു Mi A1. അതുപോലെ തന്നെയാണ് Mi A2 സ്റ്റോക്ക് ആൻഡ്രോയിഡ് ആണ്, പ്യൂർ ആൻഡ്രോയിഡിലാണ് റൺ ചെയ്യുന്നത്. Mio അതിന്റെ ഒരു അപ്ഡേറ്റ്സും Mi A2 പുഷ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പ്യൂർ ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് Mi A2 ലഭിക്കുന്നതായിരിക്കും. ഇതിന്റെ കുറച്ച് പ്രശ്നങ്ങളുള്ളൂ. ഇത്രയും നല്ല ഫോണില് പ്രശ്നങ്ങൾ കിട്ടുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടായ കാര്യമാണ്. എങ്കിലും ഞാൻ കുറച്ച് തപ്പിക്കടഞ്ഞെടുത്ത കുറച്ച് പ്രശ്നങ്ങൾ നിങ്ങളുടെ മുന്നേ പങ്കുവയ്ക്കാൻ. ഏറ്റവും വലിയതിൽ വന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മ്യൂസിക് കേൾക്കണമെന്നുണ്ടെങ്കിൽ Type-C പോർട്ടിൽ ഒരു എക്സ്ട്രാ കേബിൾ കണക്ട് ചെയ്ത് അതിന് നമുക്ക് 3.5 ഓഡിയോ ജാക്ക് ആക്കാൻ വേണ്ടിയുള്ള ഒരു വയറുണ്ട്. അതുമായിട്ട് നമ്മുടെ ഇയർഫോൺ കണക്ട് ചെയ്തുകൊണ്ടാണ് നമുക്ക് പാട്ട് കേൾക്കാൻ. സോ നമുക്ക് ആ കേബിൾ എപ്പോഴും ക്യാരി ചെയ്തുകൊണ്ട് നടക്കണം ഇയർഫോൺ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ. സോ അതൊരു ചെറിയൊരു ഡിഫക്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ 3000 mAh കുറച്ച് ബാറ്ററി കുറഞ്ഞു പോയി. അവര് അസ്യൂസ് നമുക്ക് 5000 mAh ബാറ്ററി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ Redmi Note 5 Pro പോലും 4.5 mAh നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. സോ അതിനേക്കാളും വില കൂടി ഒരു ഫോണിന് 3000 mAh കുറച്ച് കൂട്ടാവുന്നതായിരുന്നു. 4000 mAh എങ്കിലും വെക്കായിരുന്നു. എങ്കിൽ പോലും ഇത്രയും കുറഞ്ഞ വിലയ്ക്ക് ഇത്രയും നല്ല ഫീച്ചേഴ്സ് ഫോൺ നമുക്ക് നല്ല ഫോണാണ്. നിങ്ങൾക്ക് തീർച്ചയായും പോകുന്നതാണ്. അഥവാ നിങ്ങൾ Redmi Note 5 Pro ഉപയോഗിക്കുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യൂ, Mi A2 വരുന്നതാണ്. അത് നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഈ പ്രൈസ് റേഞ്ച് നിങ്ങളുടെ ഇതിനകത്തൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ 16,000 രൂപയൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഫോൺ പോകുന്ന ഒരു ബെസ്റ്റ് പിക്ക് ആയിരിക്കും. ഒന്നും അതിന്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൊടുക്കണം, നോട്ടിഫിക്കേഷൻ ബെൽ പ്രസ് ചെയ്യുക. സൗത്ത് ഇന്ത്യയാണ് അടുത്ത വീഡിയോ വളരെ വേഗം തന്നെ വരും.